ശ്രീ വേണു രാജാമണി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് ഇന്ന് 5:35 ഈ കാര്യം ലോകത്തെ അറിയിക്കുന്നത് ട്രൂത്ത് സോഷ്യലിലൂടെ. തൊട്ടു പിന്നാലെ അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ട്വീറ്റ് ചെയ്യുകയും ചെയ്തു. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസും അതുപോലെ തന്നെ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും രണ്ടു പക്ഷവുമായി 48 മണിക്കൂർ നീണ്ട ചർച്ചകൾ നടത്തിയിരുന്നു. അവിടെ ഒരു സൊല്യൂഷൻ ഉരുത്തിരിഞ്ഞുവെന്നാണ് അമേരിക്ക പറയുന്നത്. പക്ഷേ ഇന്ത്യ ഒരു ഘട്ടത്തിലും മൂന്നാം കക്ഷി ഇടപെടൽ എന്നുള്ളത് ഔദ്യോഗികമായി അംഗീകരിക്കുന്നില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ഒരു ട്രൂസിന് അതല്ലെങ്കിൽ ഒരു DGMO തല ചർച്ചകൾക്കും പിന്നീട് സീസ് ഫയറിനും ഒരു ത്വരകമാകാൻ ഈ അമേരിക്കൻ ഇടപെടലിന് കഴിഞ്ഞു അല്ലേ? അമേരിക്കൻ ഇടപെടൽ മാത്രമല്ല, സൗദി അറേബ്യയും ഇതിനുവേണ്ടി ഒരുപാട് ശ്രമങ്ങൾ നടത്തി. സൗദി അറേബ്യയുടെ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഫോർ ഫോറിൻ അഫയേഴ്സ് ഇന്ത്യയും പാകിസ്ഥാനും സന്ദർശിച്ചു. സൗദി ഫോറിൻ മിനിസ്റ്റർ പാകിസ്ഥാൻ നേതൃത്വവുമായി ചർച്ച നടത്തി. അതുകൊണ്ട് ഇതിന്റെ ഒരു ക്രെഡിറ്റ് തീർച്ചയായും അമേരിക്കയ്ക്കും സൗദിക്കും ആണ് ഞാൻ നൽകുന്നത്. അമേരിക്കയുടെ പ്രചോദനത്തോടു കൂടിയാണ് ഇരു രാജ്യങ്ങളിലും ഇത്ര പെട്ടെന്ന് ഒരു സീസ് ഫയറിലേക്ക് വന്നെത്തിയത്. ഈ വെടിനിർത്തലിന്റെ പ്രാധാന്യത്തെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? നമുക്കറിയാം, കഴിഞ്ഞ 48 മണിക്കൂർ വളരെ കലുഷിതമായിരുന്നു. ഇന്നലെ രാത്രിക്ക് ശേഷം ഇന്ത്യ പാകിസ്ഥാന്റെ എയർബേസുകൾ, അതും റാവൽപിണ്ടിയിലെ എയർബേസ് വരെ ആക്രമിക്കുകയുണ്ടായി. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഇന്ത്യൻ സൈനിക ലക്ഷ്യങ്ങളെയും ഇന്ത്യൻ സിവിലിയന്മാരെയും ലക്ഷ്യമിട്ട് ആക്രമണം നടന്നു. പഞ്ചാബ്, രാജസ്ഥാൻ, ജമ്മു കാശ്മീർ സംസ്ഥാനങ്ങളിലെ വിവിധ നഗരങ്ങൾ ഡ്രോൺ അറ്റാക്കിന്റെ നിഴലിലായി. അങ്ങനെ അഭൂതപൂർവമായ ഒരു സ്ഥിതിവിശേഷം രണ്ട് രാജ്യങ്ങളും തമ്മിൽ നിലനിൽക്കുമ്പോഴാണ് 3:35 ആദ്യത്തെ DGMO തല ചർച്ചകൾ നടക്കുന്നത്. ഇന്ന് തന്നെ ഒരു വെടിനിർത്തൽ ഉണ്ടായത് എത്രമാത്രം പ്രാധാന്യമുള്ള കാര്യമാണ്? തീർച്ചയായും വളരെയധികം സ്വാഗതാർഹമാണ്. യുദ്ധം ഒരു പ്രശ്നത്തിനും ഒരു പരിഹാരമല്ല. യുദ്ധമുണ്ടാകുമ്പോൾ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത് സാധാരണക്കാരാണ്. ഇന്ത്യയുടെ പാകിസ്ഥാൻ അതിർത്തിയിൽ ജീവിക്കുന്ന സാധാരണക്കാർ എത്രത്തോളം ബുദ്ധിമുട്ടുന്നുണ്ട് എന്നുള്ളത് നമ്മൾ എന്നും ടെലിവിഷൻ ചാനലിൽ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതുപോലെ തന്നെയാണ് പാകിസ്ഥാന്റെ ഭാഗത്തും ഉള്ള സിവിലിയൻസ്. അതുകൊണ്ട് ഈ വെടിനിർത്തൽ കരാർ ഇത്രയും പെട്ടെന്ന് വന്നത് വളരെ സ്വാഗതാർഹമായിരുന്നു. ഇത് അത്രയ്ക്ക് വലിയൊരു സർപ്രൈസ് അല്ല. നിങ്ങൾ TV ചാനൽസ് എല്ലാം യുദ്ധം ഒരുപാട് നീണ്ടു നിൽക്കും എന്ന് മറ്റിൽ റിപ്പോർട്ട് ചെയ്തെങ്കിലും നമ്മൾ ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഓരോ സ്റ്റേറ്റ്മെന്റും എടുത്തു നോക്കിയാൽ അവർ ആവർത്തിച്ച് പറഞ്ഞത് ഇന്ത്യയുടെ നടപടി നോൺ എസ്കലേറ്ററി ആണ്, പ്രൊപ്പോർഷനറ്റ് ആണ്, മെഷേർഡ് ആണ്, റെസ്പോൺസിബിൾ ആണ്. ഇങ്ങനത്തെ വാക്കുകളാണ് എല്ലാ സ്റ്റേറ്റ്മെന്റിലും ഉപയോഗിച്ചിട്ടുള്ളത്. അതിന്റെ അർത്ഥം ഇന്ത്യ ഇത് വലിയ വിപുലമായ ഒരു യുദ്ധത്തിലേക്ക് കൊണ്ടെത്തിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. നേരെ മറിച്ച് ഒരു ലിമിറ്റഡ് റിറ്റാലിയേഷൻ പാകിസ്ഥാനും ടെററിസ്റ്റിനും ഒരു മെസ്സേജ് നൽകുവാൻ വേണ്ടി മാത്രം ചെയ്തതാണ്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ തന്നെ ഇന്ത്യ പാകിസ്ഥാനുള്ളിൽ കടന്നാക്രമിക്കുമ്പോൾ അതിനൊരു മറുപടി നൽകണം. പാകിസ്ഥാന്റെ അതിർത്തിയെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും കടന്ന് ആക്രമിക്കാനുള്ള ഒരു അധികാരം നമുക്ക് നൽകാൻ സാധിക്കില്ല എന്നത് കാണിക്കാൻ വേണ്ടി അവരുടെ ഒരു പ്രത്യാക്രമണങ്ങൾ നടത്തിയതാണ്. പക്ഷെ ആ പ്രത്യാക്രമണങ്ങളും അവരൊരു വിപുലമായ യുദ്ധത്തിലേക്ക് കടക്കുവാൻ ആഗ്രഹിച്ചിരുന്നു എന്നതിൻ്റെ ഒരു ലക്ഷണവും നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ല. ഇന്ന് രാവിലെ തന്നെ പാകിസ്ഥാൻ ഫോറിൻ മിനിസ്റ്റർ ഒരു പ്രസ്താവന ഇറക്കിക്കൊണ്ട് പറഞ്ഞിരുന്നു, ഇന്ത്യ വെടിനിർത്താൻ തയ്യാറാണെങ്കിൽ ഞങ്ങളും തയ്യാറാണ്, ഇന്ത്യ ആക്രമണം നിർത്തണം, അത് നിർത്തിയാൽ ഞങ്ങളും തയ്യാറാണ് എന്ന് ഈ ട്രംപിന്റെ പ്രഖ്യാപനം വരും മുമ്പ് തന്നെ പാകിസ്ഥാൻ ഫോറിൻ മിനിസ്റ്റർ പ്രഖ്യാപിച്ചിരുന്നു. അതുകൊണ്ട് ഈ 4 ദിവസം കൊണ്ട് നടന്ന ഹോസ്റ്റിലിറ്റീസ് ഇരുവശവും അന്യോന്യം അയച്ച പൊളിറ്റിക്കൽ മെസ്സേജിങ് ആണ്. അതിൽ വളരെ ദുഃഖകരം എന്ന് പറയട്ടെ, ഒരുപാട് സിവിലിയൻസിന് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചില സിവിലിയൻസിന് ജീവൻ നഷ്ടപ്പെടുകയുണ്ടായി. അങ്ങനെ ഒരുപാട് കൊളാട്രൽ ഡാമേജ് ഉണ്ട്. എന്നാൽ ഇതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് ആ ഒരു പൊളിറ്റിക്കൽ മെസ്സേജിങ് മാത്രമായിരുന്നു, വിപുലമായ ഒരു യുദ്ധത്തിലേക്ക് കടക്കുക എന്നുള്ളതല്ല. തീർച്ചയായിട്ടും ഇപ്പോൾ ഈ പൊളിറ്റിക്കൽ മെസ്സേജിംഗ് എന്ന് പറയുമ്പം ഡൊമസ്റ്റിക് കൺസംഷന് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ജനങ്ങളുടെ ഈ പഹൽഗാം സംഭവത്തോടുള്ള രോഷം തണുപ്പിക്കാൻ അല്ലെങ്കിൽ അതിന് ഒരു തരത്തിലുള്ള ഒരു ആശ്വാസം പകരാൻ ഈ ആക്രമണത്തിന് കഴിഞ്ഞു എന്നുള്ളത് ശരിയാണ്. ഇന്റർനാഷണലി അതെങ്ങനെയാണ്? അന്താരാഷ്ട്ര തലത്തിൽ ഭീകരതയ്ക്കെതിരെ ഇന്ത്യ സീറോ ടോളറൻസ് ആണ്, ഭീകരതയ്ക്ക് ഇന്ത്യ കനത്ത തിരിച്ചടി നൽകും എന്ന നിലയ്ക്കുള്ള ഒരു സന്ദേശം നൽകാൻ കഴിഞ്ഞിട്ടുണ്ടോ? അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിനെ എങ്ങനെയാണ് നോക്കിക്കാണുക? എന്താണ് അക്കാര്യത്തിലെ താങ്കളുടെ അഭിപ്രായം? അന്താരാഷ്ട്ര തലത്തിലുള്ള
റെസ്പോൺസ്, ഓപ്പറേഷൻ സിന്ദൂറിനോടുള്ള റെസ്പോൺസ് നമ്മൾ എടുത്തു നോക്കിയാൽ 100% രാജ്യങ്ങളും പറഞ്ഞിട്ടുള്ളത് ഇന്ത്യയും പാകിസ്ഥാനും സംയമനം പാലിക്കണം, ചർച്ചയിലൂടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തണം, ഈ സിറ്റുവേഷൻ ഉടനെ തന്നെ ഡീ എസ്കലേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂരെ പരസ്യമായി ന്യായീകരിച്ചിട്ടുള്ള ഒരു രാജ്യം പോലും ഉണ്ടാവില്ല. എല്ലാവരും പറഞ്ഞത് ഇത് കഴിയുന്നതും പെട്ടെന്ന് നിങ്ങൾ അവസാനിപ്പിക്കണം എന്നുള്ളത് തന്നെയാണ്. ഈ ടെററിസത്തിനോട് ഇന്ന് ലോക സമൂഹത്തിൽ ആർക്കും പിന്തുണയില്ല. ടെററിസ്റ്റിനെതിരെ നടപടി എടുക്കണം എന്നത് എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ ആ ഒരു നടപടി മറ്റൊരു യുദ്ധത്തിലേക്ക് നയിക്കും എന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിച്ചു വേണം എന്നതാണ് ലോക സമൂഹത്തിന്റെ നിലപാട്. ഇന്ത്യ പാകിസ്ഥാനിൽ ഉള്ളിൽ ചെന്ന് ഈ ടെററിസ്റ്റിനെ ആക്രമിച്ചത് ന്യായീകരിക്കാൻ ആദ്യം രാജ്യങ്ങൾ ഉണ്ടാകില്ല. എന്നാൽ ടെററിസത്തിനെതിരെ നടത്തുന്ന യുദ്ധത്തിന് എന്നും ഇന്ത്യയോടൊപ്പം എല്ലാ രാജ്യങ്ങളും ഉണ്ടാകും. യെസ്.